രേഷ്മ തങ്കച്ചനോട് മറ്റൊരു രീതിയിലുള്ള ബന്ധങ്ങളാണെന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ദുബായിൽ നിന്ന് ഒരാൾ കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ്. എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുമോ, എത്രയാണ് റേറ്റ് എന്നുള്ളത്. ഇത് രേഷ്മ പറയുന്നത് അതിനെന്താണ് ഞാൻ കോണ്ടാക്ട് എന്ന് ഉദ്ദേശിച്ചത്, ഒരു പ്രായമായിട്ടുള്ള ഇത്രയും രണ്ട് മക്കളുടെ അമ്മയായിട്ടുള്ള കുറച്ചു നാളായിട്ട് രേഷ്മ പൊത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഷെബീന ബീവി രേഷ്മയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ കുറെ നാളത്തേക്ക് മിണ്ടാട്ടമില്ലായിരുന്നു, നാക്കിറങ്ങിപ്പോയ ഒരു അവസ്ഥയായിരുന്നു. കാരണം പക്ഷേ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത അവിടെ വന്നതുകൊണ്ടാണ് ഷെബീന ബീവി ഈ രേഷ്മയ്ക്ക് വന്ന വളരെ മോശമായിട്ടുള്ള മെസ്സേജ്. സുധിയുടെ മകനായ കിച്ചുവിന്, അവന് പ്രായപൂർത്തിയായ മകനാണ്, അവന് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ലാത്ത രീതിയിൽ വളരെ അതപ്പതിച്ച രംഗങ്ങളിൽ കൂടിയാണ്. അപ്പൊ ഈ കിച്ചു എന്താ പറയുക, കിച്ചുവിന്റെ അനുജനെ കാണാൻ പോകും, അനുജനോട് സഹകരിക്കും. പക്ഷെ അമ്മയുടെ ഈ പോക്കൊന്നും അത്ര രസമായിട്ടുള്ള കാഴ്ച ന്യായീകരിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണോ? രേഷ്മയാണോ വലിയ അറിവുകാരി? രേഷ്മയ്ക്കാണോ ഒരുപാട് വിദ്യാഭ്യാസമുള്ളത്? രേഷ്മയാണോ ഈ ജീവിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീ? സ്ത്രീകൾക്ക് അപമാനമായിട്ട് ഓരോ വാക്കുകളിലൂടെയും രേഷ്മ തങ്കച്ചൻ വന്ന് നിന്ന് പറയുന്ന ഓരോ വാക്കും, നിങ്ങൾ ഇതുപോലെയുള്ള സ്ത്രീകളോട് നമുക്ക് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. തരം താണ സ്ത്രീകളെ എന്താ പറയുന്നത്, വളരെ മോശമായി ജീവിക്കുന്ന എന്ന് തന്നെ പറയാം, വളരെ മോശമായി ജീവിക്കുന്ന ഈ രേഷ്മയെ പോലുള്ള രേഷ്മ തങ്കച്ചന്റെ പൊള്ളത്തരങ്ങൾ ഒന്നൊന്നായി വെളിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുവാൻ കാരണം സബ്സ്ക്രിപ്ഷൻ കാണിച്ചുകൊണ്ടുള്ള ഓരോ പരിപാടിയും അനുദിനം വർദ്ധിച്ചു വരികയാണല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദുബായിലുള്ള ഓരോ രേഷ്മ തങ്കച്ചന്റെ ഓരോ ആൾക്കാരും രേഷ്മ തങ്കച്ചനോട് മറ്റൊരു രീതിയിലുള്ള ബന്ധങ്ങളാണെന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അത് ഷെബീന ബീവി പറഞ്ഞപ്പോൾ വളരെ തെറ്റായി ഒക്കെ ചിത്രീകരിച്ചു ഈ രേഷ്മ വന്ന്. പക്ഷേ മറ്റുള്ള ഓരോ വ്ളോഗേഴ്സും എല്ലാ യൂട്യൂബേഴ്സും രേഷ്മയ്ക്കെതിരെ സംസാരിക്കണമെങ്കിൽ അതിന്റെ സത്യാവസ്ഥ തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ മെസ്സേജ് നമുക്ക് എല്ലാവർക്കും കാണുന്നതാണ്, നമ്മളെല്ലാവരും വായിക്കുന്നതാണ്. രേഷ്മ തങ്കച്ചൻ വന്ന് നിന്ന് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു സ്വയം ഒരു വെളുപ്പിക്കലും സ്വയം മെഴുകുകയാണ്, അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ. പക്ഷെങ്കിൽ നമുക്കെല്ലാവർക്കും ഈ രേഷ്മ തങ്കച്ചന്റെ തനി സ്വഭാവം, തനി നിറം, തനി സ്വരൂപം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മെസ്സേജ് വായിക്കുമ്പോൾ നമുക്കറിയാം ദുബായിൽ നിന്ന് ഒരാൾ കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ്. എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുമോ, എത്രയാണ് റേറ്റ് എന്നുള്ള രീതിയിൽ വളരെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്ന മെസ്സേജുകളാണ്. വളരെ തരം താണ രീതിയിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് രേഷ്മ തങ്കച്ചന്റെ പോക്ക്, രേഷ്മ തങ്കച്ചന്റെ അധപ്പതനം. അപ്പോൾ ഒരു മീഡിയയിൽ ഒരാൾ ചോദിക്കുകയാണ് ഇതിനെന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് മെഴുകുകയാണ്. അതായത് ഞാൻ ഓർക്കുന്നില്ല എന്നാണ് രേഷ്മ തങ്കച്ചൻ പറയുന്നത്. ഞാൻ ഓർക്കുന്നില്ല, എന്താണ് സംഭവിച്ചതെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല. ഞാനത് കരിഷ്മയുടെ, അതായത് രേഷ്മയുടെ മാനേജരോട് സംസാരിക്കാൻ പറഞ്ഞത് ശരിയാണ് എന്ന് രേഷ്മ സമ്മതിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും രേഷ്മയ്ക്ക് നിസ്സാരമാണ്. അതെ, ഞാൻ പറഞ്ഞു, എന്താ കുഴപ്പം എന്നുള്ള രീതിയിലാണ് രേഷ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തു കാര്യവും ഇത്രയും ഒരു പ്രായമായിട്ടുള്ള, ഇത്രയും രണ്ട് മക്കളുടെ അമ്മയായിട്ടുള്ള, ഈ ജനങ്ങളെ എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രേഷ്മ എല്ലാം നിസ്സാരമായി കാണുകയാണ്. സ്വന്തം കാര്യം, സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങളും സ്വന്തം എന്താ പറയുന്നത് വളരെ മോശമായിട്ട് മറ്റുള്ളവര് രേഷ്മയെ ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ രേഷ്മയെ വളരെ മോശമായിട്ട് പറയുന്ന ഒന്നും രേഷ്മയ്ക്ക് പ്രശ്നമേ ഇല്ല. രേഷ്മ തങ്കച്ചന് റീച്ച് കൂട്ടിയാൽ മതി, ഏത് രീതിയിൽ പണം ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കോമാളിത്തരങ്ങള് നേരത്തെ തന്നെ ഓരോ യൂട്യൂബേഴ്സും എടുത്തു പറയുന്നുണ്ടായിരുന്നു. രേഷ്മ തങ്കച്ചന്റെ പോക്ക് ശരിയല്ല, രേഷ്മ തങ്കച്ചൻ വളരെ മോശമായിട്ട് നടക്കുന്നു, സുധിക്കൊരു അപമാനമായിട്ട്, അല്ലെങ്കിൽ സുധിയുടെ ഫ്രണ്ട്സിനെല്ലാം വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ, രേഷ്മയുടെ കുടുംബക്കാർക്ക് എല്ലാം, രേഷ്മയുടെ മകനായ കിച്ചുവിന്, സുധിയുടെ മകനായ കിച്ചുവിന്, അവന് പ്രായപൂർത്തിയായ മകനാണ്, അവന് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ലാത്ത രീതിയിൽ വളരെ അതപ്പതിച്ച രംഗങ്ങളിൽ കൂടിയാണ് രേഷ്മ വളർന്നുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവിൽ കൂടെ വളർന്നു വന്ന ഒരു താരം, ജീവിതകാലം മുഴുവൻ നെഗറ്റീവ് വരണം എന്നാഗ്രഹിക്കുന്ന ഒരു താരം, ഇതുപോലെയുള്ള ഒരു ഇതുപോലെ ഒരു സ്ത്രീ ഇതിനു മുമ്പ് ജനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനി ജനിക്കുമോ എന്ന് പോലും സംശയം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള രേഷ്മയുടെ ഈ പോക്ക് വളരെ മോശമാണ്. വളരെ എന്താ പറയുക, നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഓരോ ആൾക്കാരും രേഷ്മയ്ക്ക് എതിരായിട്ട് വന്ന് സംസാരിക്കുമ്പോഴെല്ലാം അത് വളരെ എന്താ പറയുന്നത്, അത് ആവശ്യമായ ഒരു ഘടകമായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് രേഷ്മ. കാരണം ഞാൻ അഭിനയമാണ്, അഭിനയത്തിന്റെ പിന്നിൽ എന്ത് നടന്നാലും രേഷ്മ അത് അഭിനയം എന്ന് പറയുന്നത്. ഇത് ആരെയാണ് ഈ ബോധിപ്പിക്കുന്നത്? ഇത് ആരെയാണ് ഈ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ രേഷ്മയ്ക്ക് ബോധമില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ബോധമില്ലേ? കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലേ? രേഷ്മയുടെ കള്ളത്തരങ്ങൾ ആരോടാണ് ഈ വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വയം ഒന്നുകൂടി
തരം താഴുകയാണ്, സ്വയം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഞെട്ടലോടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എത്ര പറഞ്ഞാലും, ഏതൊക്കെ യൂട്യൂബേഴ്സ് വന്ന് പറഞ്ഞാലും, ഏതൊക്കെ ആൾക്കാർ വന്ന് എതിർത്ത് സംസാരിച്ചാലും രേഷ്മയ്ക്ക് അതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ പിന്നെ എന്താണ് ആ ആളെ കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത്? ആ ആളെ കുറിച്ച് നമ്മൾ എന്ത് വിലയാണ് അവർക്ക് കൊടുക്കേണ്ടത്? എത്തരത്തിലുള്ള ഈ യൂട്യൂബേഴ്സ് മൊത്തം പറയുമ്പോഴും അവർക്കെതിരായിട്ട് ഷെബീന ബീവി വന്ന് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞ എന്താണ്? വെല്ലുവിളിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഷെബീന ബീവി എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് എങ്ങനെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത അവിടെ വന്നതുകൊണ്ടാണ് ഷെബീന ബീവി ഈ രേഷ്മയ്ക്ക് വന്ന വളരെ മോശമായിട്ടുള്ള മെസ്സേജ് എനിക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ദുബായിൽ നിന്ന് ഒരാൾ ചോദിക്കുമ്പോൾ രേഷ്മ സംഘിച്ച് യേസ് പറയുകയാണ്. എന്നിട്ട് മീഡിയാസിന്റെ മുമ്പിൽ വന്ന് ആ കാര്യങ്ങൾ പറയുമ്പോൾ മീഡിയാസിന് മുമ്പിൽ വന്ന് വെളുപ്പിക്കുകയാണ്. സ്വയം വെളുപ്പിക്കുന്ന ഒരു രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതായത് രേഷ്മ പറയുന്നത് അതിനെന്താണ്, ഞാൻ കോണ്ടാക്ട് എന്ന് ഉദ്ദേശിച്ചത് പുറത്ത് ഒന്ന് കറങ്ങാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുറത്തൊന്ന് ചായ കുടിക്കാനോ അല്ലെങ്കിൽ പുറത്ത് വെളിയിൽ പോയി ഒന്ന് കറങ്ങാനും എന്റെ കൂടെ ഒന്ന് ചായ കുടിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ യേസു പറഞ്ഞതെന്ന് രേഷ്മ സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മെസ്സേജിൽ കൂടി കണ്ടത്. അപ്പൊ രേഷ്മ തന്നെ പറയുകയാണ്, ഞാൻ അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തെന്ന് ഉദ്ദേശിക്കുന്നത്. റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ചായ കുടിക്കാനൊക്കെ എത്ര പേരാ റേറ്റ് ചോദിക്കുന്നത്? അപ്പോ ആരോടാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത് ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണോ? രേഷ്മയാണോ വലിയ അറിവുകാരി? രേഷ്മയ്ക്കാണോ ഒരുപാട് വിദ്യാഭ്യാസമുള്ളത്? രേഷ്മയാണോ ജീവിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീകൾക്ക് അപമാനമായിട്ട് ഓരോ വാക്കുകളിലൂടെയും രേഷ്മ തങ്കച്ചൻ നിന്ന് പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് തന്നെ എതിരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു കുറച്ചു നാളായിട്ട് രേഷ്മ പൊത്തിലൊളിച്ചിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഷെബീന ബീവി രേഷ്മയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ കുറെ നാളത്തേക്ക് മിണ്ടാട്ടമില്ലായിരുന്നു, നാക്കിറങ്ങിപ്പോയ ഒരു അവസ്ഥയായിരുന്നു. കാരണം തെളിവ് സഹിതം പുറത്തു വിടുമ്പോൾ എന്താണ് പറയുന്നത്? അതുപോലെ ഒരു ഫേസ്ബുക്കിലുള്ള ഒരു ചാനൽ പൂട്ടിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് അതുൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പോയാൽ നിന്റെ ഓരോ കാര്യങ്ങളും പൂട്ടിച്ച് കയ്യിൽ തരും എന്ന് പറഞ്ഞപ്പോൾ അവരെയൊക്കെ വെല്ലുവിളിക്കുകയാണ്, നീ ഒന്ന് പൂട്ടിക്കടാ, ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് രേഷ്മ വളരെ എന്താ പറയുന്നത്, ഈ ജനങ്ങളുടെ മുമ്പിലാണ് നിന്ന് ജനങ്ങള് കോടാനുകോടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് വന്ന് സംസാരിക്കുന്നതെന്നുള്ള വിവരം പോലും കാണിക്കാതെ ആ ഒരു കാര്യം പോലും മനസ്സിലാക്കാതെയാണ് വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളിച്ചതിന്റെ ഫലമായിട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ ചാനലെടുത്ത് ദൂരക്കളഞ്ഞു. ആ ചാനൽ പൂട്ടിക്കും എന്ന് പറഞ്ഞ ആള് തന്നെ പൂട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രേഷ്മയ്ക്ക് ഇപ്പം കുറച്ചൊരു എന്താ പറയുന്നേ ഒരു ഭയമുണ്ട്. ഷെബീനയുടെ അടുത്ത് മാത്രം കുറച്ച് ഭയമുണ്ട്. എങ്കിൽ പോലും തന്നെത്താൻ വെളുപ്പിക്കുകയും തന്നെത്താനെ നന്നാക്കുകയും തന്നെത്താനെ എന്താ പറയുന്നേ ഒരു സ്വയം ഒരു വന്ന് വളരെ ന്യായീകരിക്കുന്ന ഒരു രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള സ്ത്രീകളോട് നമുക്ക് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുന്ന ഓരോ സ്ത്രീക്കും അവർക്ക് വരുന്ന തിരിച്ചടി അവർ സ്വന്തമായിട്ട് അനുഭവിക്കുക എന്നതല്ലാതെ മറ്റാർക്കും അത് തിരുത്താനോ മറ്റാർക്കും ഇതിനേക്ക് ഇടപെടാനോ ഇവരെ നന്നാക്കാനോ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ പാടിപ്പുകഴ്ത്താനോ ഇവരുടെ കാര്യങ്ങൾ തിരുത്തി കുറിക്കുവാനോ ഒന്നും ആർക്കും സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ ഓരോ ആൾക്കാരും വന്ന് പറയുന്നത്. അവരെ ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിലാണ്. ഇവരെ ഒരു സ്ത്രീ ആയിട്ടാരും കണക്ക് കൂട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് അപമാനമായിട്ട് വന്ന് നിന്ന് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ഒരു സ്ത്രീ ആയിട്ട് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു മഹത്വം കാത്തു സൂക്ഷിക്കണം. സ്ത്രീകളുടെ ശക്തി അല്ലെങ്കിൽ സ്ത്രീകളുടെ ആ ഒരു എന്താ പറയുന്നത് അവരുടെ ആ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഓരോ ഡയലോഗുകളും മാത്രമേ നമ്മൾ മുഖവിലേക്ക് എടുക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള തരം താണ സ്ത്രീകളെ എന്താ പറയുന്നത് വളരെ മോശമായി ജീവിക്കുന്ന എന്ന് തന്നെ പറയാം, വളരെ മോശമായി ജീവിക്കുന്ന ഈ രേഷ്മയെ പോലുള്ള ആൾക്കാരുടെ ജീവിതം എത്തരത്തിലാവും എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കിച്ചു വളരെ എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ രേഷ്മയൊക്കെ ഭയങ്കര കിച്ചുവിനെ കുറ്റം പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. സ്വന്തം അനുജനാണ്, ആ അനുജനെ കാണുവാനും ആ കുട്ടിയെ സ്നേഹിക്കുവാനും ലാളിക്കുവാനും അവനെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി അവർക്ക് ഒന്നിച്ച് നടക്കുവാനും അവർക്ക് ഒന്നിച്ച് ഇടപഴകുവാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ കിച്ചുവിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും ഈ രേഷ്മയെക്കുറിച്ച് കുറച്ച് സത്യങ്ങൾ പുറത്തു പറഞ്ഞതിന്റെ പേരിൽ അത് നിഷേധിക്കുമോ എന്നുള്ള ഒരു ഭയവും ഈ കിച്ചുവിനുണ്ടായിരുന്നു. എന്തായാലും ഈ കിച്ചു നേരിട്ട് ധൈര്യത്തോടെ വീട്ടിലേക്ക് കയറി ചെന്ന് സ്വന്തം അനുജനായ റിതപ്പനെ അമ്മയോട് പെർമിഷൻ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. റിതപ്പനെയും കൊണ്ടുപോയി കറങ്ങാൻ കൊണ്ടുപോയി സാധനങ്ങളെല്ലാം വാങ്ങിക്കുകയും ഒന്നിച്ച് ചായ കുടിക്കുകയും പല കാര്യങ്ങൾ കഴിക്കുകയും സ്നേഹിക്കുകയും തിരികെ വീട്ടിൽ കൊണ്ട് വിടുകയും ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നെ റിതപ്പനെ തന്നെയല്ല, റിതപ്പനോടൊപ്പമുള്ള രേഷ്മയുടെ ചേച്ചിയുടെ മക്കളെയും ഈ കിച്ചു മറ്റൊന്ന് വേറെ നായി കണ്ടിട്ടില്ല. ആ കുട്ടികളെയും സ്വന്തം സഹോദരങ്ങളെ പോലെ തന്നെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരെ സ്നേഹം കൊണ്ട്
വാരിപ്പുണരുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും മാന്യമായിട്ടാണ് ആ ഒരു ചെറിയൊരു കുട്ടി പോലും, ആ കിച്ചു പോലും എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത്, കുട്ടികളോടാണെങ്കിലും രേഷ്മയോടാണെങ്കിലും. പക്ഷെ അത്രയും പോലും ഒരു വിവരം, അത്രയും പോലും സാമാന്യ ഒരു ബോധം ഇല്ലാതെയാണ് രേഷ്മയുടെ ഈ പോക്ക്. അപ്പോൾ കുടുംബത്തിനെ, അപ്പൊ ഈ കിച്ചു എന്താ പറയുന്നത്, കിച്ചുവിന്റെ അനുജനെ കാണാൻ പോകും, അനുജനോട് സഹകരിക്കും. പക്ഷെ അമ്മയുടെ ഈ പോക്കൊന്നും അത്ര അത്ര രസമായിട്ടുള്ള കാഴ്ച ന്യായീകരിക്കുന്നില്ല. അമ്മയുടെ കാര്യങ്ങളൊന്നും അത്ര എന്താ പറയുന്നത്, അംഗീകരിക്കാൻ പറ്റില്ലാത്ത രീതിയിൽ തന്നെയാണ് കിച്ചുവിന്റെ ഓരോ പോക്കുമെന്ന് നമ്മൾ കണ്ടുപിടിക്കും. എന്തായാലും ഈ രേഷ്മയുടെ ഈ പോക്ക് അനുദിനം നെഗറ്റീവിലേക്ക് പോകുന്ന ഈ രേഷ്മയുടെ ഈ പോക്ക്, മുമ്പോട്ട് തന്നെ രേഷ്മ കുതിക്കുന്ന ഒരു കാഴ്ചയും അതുപോലെയുള്ള ഒരു അധപ്പതനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.